ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോണത് നമ്മളെ ഈ മൊഡ്യൂളിൽ തന്നെ ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്ന് പറയും. ഓക്കെ, സോ പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാൽ സിംപിളി നമുക്ക് പറയാം അതൊരു ഗ്രാഫാണ്, അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. എന്തിൻ്റെ? പ്രഷർ ഹെഡും ആ സ്ട്രോക്ക് ലെങ്ത്തും തമ്മിലുള്ള ഒരു ഗ്രാഫിനെയാണ് എന്തെന്ന് പറയുന്നത് ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്ന് പറയണത്. ഓക്കെ, റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ നമുക്കറിയാം, റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറയുമ്പോൾ സിലിണ്ടർ ഉണ്ട്, പിസ്റ്റൺ ഉണ്ട്. ഈ സിലിണ്ടറിനകത്തുള്ള പിസ്റ്റണിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചാണ് ഇത് ക്രാങ്ക് ഉണ്ട്. ക്രാങ്കിൻ്റെ റൊട്ടേഷൻ അനുസരിച്ചിട്ട് സിലിണ്ടറിനകത്തുള്ള പിസ്റ്റൺ ടു ആൻഡ് ഫ്രോ മോഷൻ ഉണ്ടാകും. ആ ടു ആൻഡ് ഫ്രോ മോഷൻ കൊണ്ടാണ് എന്താണ് പ്രഷർ റൈസ് ചെയ്തിട്ട് നമുക്ക് വാട്ടർ ഡെലിവർ ചെയ്യണേ, അല്ലേ? ഒരു പ്രഷർ ഹെഡ് ഫോം ചെയ്തിട്ട് വാട്ടർ ഡെലിവർ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം പിസ്റ്റൺ ഇപ്പോൾ എക്സ്ട്രീം ഈ എൻഡിൽ നിന്ന് ഈ എൻഡിലേക്ക് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസിനാണ്. അതെന്താ? 1 കംപ്ലീറ്റ് റെവല്യൂഷൻ ഓഫ് ക്രാങ്ക്, അല്ലേ? ഒരു ക്രാങ്കിൻ്റെ ഒരു 1 കംപ്ലീറ്റ് റെവല്യൂഷനിലാണ് പിസ്റ്റൺ ഈ ഇന്നർ ഡെഡ് സെൻറ്ററിന് ഔട്ടർ ഡെഡ് സെൻറ്ററിലേക്ക് ട്രാവൽ ചെയ്യണത്. ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുമ്പോൾ പിസ്റ്റൺ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ സക്ഷൻ നടക്കുന്നുണ്ട്. ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇതിനകത്ത് ഈ സിലിണ്ടറിനകത്ത് ഒക്യുപ്പൈ ചെയ്തിട്ടുള്ള വാട്ടറിനെ പ്രഷറൈസ് ചെയ്ത് ഡെലിവറി പൈപ്പിലൂടെ വരികയാണ്, അല്ലേ? അപ്പോൾ അവിടെ പ്രഷർ ഹെഡ് ഉണ്ട്. അപ്പോൾ ആ പ്രഷർ ഹെഡും ഈ സ്ട്രോക്ക് ലെങ്ത്തും തമ്മിലുള്ള ഒരു ഗ്രാഫാണ് എന്ത് ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്ന് പറയാം. അപ്പോൾ അതിന് ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് വൈ ആക്സിസിലാണ് നമ്മൾ പ്രഷർ ഹെഡ് കൺസിഡർ ചെയ്യുന്നത്, എക്സ് ആക്സിസിലാണ് എന്ത് സ്ട്രോക്ക് ലെങ്ത്ത് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയൽ ഇൻഡിക്കേറ്റർ ഡയഗ്രാമാണ്. അതായത് ആക്സിലറേഷൻ്റെ എഫക്റ്റോ ഫ്രിക്ഷൻ്റെ എഫക്റ്റോ, അതായത് ലോസസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം ഒരു പൈപ്പിലൂടെ വെള്ളം ഒഴുകുമ്പോൾ അവിടെ ഒരു ഫ്രിക്ഷൻ ലോസസ് ഉണ്ടാവും, അല്ലേ? മേജർ ലോസ് ഉണ്ട്, മൈനർ ലോസ് ഉണ്ട്. അതിലെ മേജർ ലോസാണ് എന്താണ് ഫ്രിക്ഷൻ കൊണ്ടുണ്ടാവുന്ന ലോസാണ് മേജർ ലോസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ പറയുന്ന ലോസസ് ഒന്നും തന്നെ കൺസിഡർ ചെയ്യാതെയുള്ള ഒരു ഇൻഡിക്കേറ്റർ ഡയഗ്രാമാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇനി ഡെഫിനേഷനിൽ പറയണത് നോക്കാം. Indicator diagram for a reciprocating pump is defined as a graph between the pressure head in the cylinder and the distance traveled by piston from inner dead center for one complete revolution of the crank. Okay, inner dead center നിന്ന് piston travel ചെയ്യണു എവിടേക്ക്? ഇന്നർ ഡെഡ് സെൻറ്ററിൽ നിന്ന് പിസ്റ്റൺ ട്രാവൽ ചെയ്യണു ഫോർ 1 കംപ്ലീറ്റ് റെവല്യൂഷൻ ഓഫ് ക്രാങ്ക്. ക്രാങ്കിൻ്റെ ഒരു 1 കംപ്ലീറ്റ് റെവല്യൂഷൻ വരെ പിസ്റ്റൺ ഇന്നർ ഡെഡ് സെൻറ്ററിൽ നിന്ന് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും ഈ പ്രഷർ ഹെഡും തമ്മിൽ ഉള്ള ഒരു ഗ്രാഫിനെയാണ് എന്ത് ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്ന് പറയാം. ആസ് ദ മാക്സിമം ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ പിസ്റ്റൺ ഈസ് ഈക്വൽ ടു ദ സ്ട്രോക്ക് ലെങ്ത് ആൻഡ് ഹെൻസ് ദ ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഈസ് ഗ്രാഫ് ബിറ്റ്വീൻ ദ പ്രഷർ ഹെഡ് ആൻഡ് ദ സ്ട്രോക്ക് ലെങ്ത് ഓഫ് ദ പിസ്റ്റൺ ഫോർ 1 കംപ്ലീറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഈ പിസ്റ്റണിൻ്റെ മാക്സിമം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? അത് സ്ട്രോക്ക് ലെങ്ത്തിന് ഈക്വൽ ആണ്, അല്ലേ? പിസ്റ്റൺ എന്താണ്? ഇവിടെ നിന്ന് ഇതുവരെ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് ഈക്വൽ ടു എന്താണ്? സ്ട്രോക്ക് ലെങ്ത് ആണ്, അല്ലേ? അതുകൊണ്ടാണ് പ്രഷർ ഹെഡ് വേഴ്സസ് പ്രഷർ ഹെഡിൻ്റെയും സ്ട്രോക്ക് ലെങ്ത്തിൻ്റെയും ഗ്രാഫ് എന്നും കൂടി പറയുന്നത്. ഓക്കെ, പിസ്റ്റണിൻ്റെ ഇന്നർ ഡെഡ് സെൻറ്ററാണ് ഈ പോർഷൻ. അതുകൊണ്ടാണ് ഇവിടെ IDC എന്ന് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഔട്ടർ ഡെഡ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇതിന് ODC എന്ന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഗ്രാഫ് നോക്കാം. ഗ്രാഫ് നോക്കുമ്പോൾ വൈ ആക്സിസ് എക്സ് ആക്സിസ് വരച്ചു. അതിൽ വൈയിൽ പ്രഷർ ഹെഡും എക്സ് ആക്സിസും സ്ട്രോക്ക് ലെങ്ത്തും നമ്മൾ എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം, ഈ വൈ ആക്സിസിൽ നിന്ന് ഇപ്പോൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, അല്ലേ? ഒരു ഹൊറിസോണ്ടലിൻ്റെ ദെൻ പിന്നെ ഇവിടെ ഡോട്ടർ ലൈൻ ഇട്ടിട്ട് ലൈൻ കാണിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ഇത് ഒരു റെഫറൻസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. റെഫറൻസ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷർ ലൈനാണ്, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡാണ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ HATM എന്ന് കൊടുത്തിട്ടുണ്ട്. HATM എന്ന് റെപ്രസെൻറ്റ് ചെയ്ത് HATM എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പ്രഷർ ഹെഡാണ്, അറ്റ്മോസ്ഫെറിക് പ്രഷർ ഹെഡാണ്. ATM റെപ്രസെൻറ്റ്സ് ഫോർ അറ്റ്മോസ്ഫെറിക്, H റെപ്രസെൻറ്റ് ഫോർ ഹെഡ്. അപ്പോൾ അറ്റ്മോസ്ഫെറിക് പ്രഷർ ഹെഡ്. ഓക്കെ, നമ്മൾ P = ρg P/ρg എന്ന് പറഞ്ഞാൽ H ആണ്. അതിന് പ്രഷർ ഹെഡ് എന്ന് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡാണിത്. അപ്പോൾ നമ്മൾ റെഫറൻസ് ആയിട്ട് അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡ് എടുത്തു. എന്നിട്ട് നമുക്കറിയാം എപ്പോഴും സക്ഷൻ നടക്കുന്ന എവിടെയാണ്? വാക്കത്തിലാണ്, അല്ലേ? വാക്കമാണ്. വാക്കം പ്രഷർ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് സക്ഷൻ നടക്കുന്നത് സിലിണ്ടറിനകത്ത്. അതായത് നമ്മളിതാണ് സിലിണ്ടർ. ഈ സിലിണ്ടറിനകത്ത് ഈ പിസ്റ്റൺ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ സിലിണ്ടറിനകത്ത് ഒരു വാക്കം പ്രഷർ ക്രിയേറ്റ് ചെയ്യണ്ടാവും. ആ വാക്കം കൊണ്ടാണ് ഇവിടെ സമ്പ്, ഇവിടെ അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. അറ്റ്മോസ്ഫിയർ വാക്കത്തിനേക്കാളും കൂടുതലാണ് അറ്റ്മോസ്ഫിയർ പ്രഷർ. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയർ പ്രഷറിലുള്ള വാട്ടർ ഇതിലൂടെ റൈസ് ചെയ്ത് ഇതിൽ ഓക്യുപ്പൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ, ഇൻഡിക്കേറ്റർ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ, അപ്പോൾ സക്ഷൻ സ്ട്രോക്ക് ഒക്കർ ചെയ്യുന്നത് എവിടെയായിരിക്കും? അറ്റ്മോസ്ഫിയർ പ്രഷറിന് താഴെയായിരിക്കും ഉണ്ടാകും. ഇപ്പോൾ സേ നമ്മളൊരു ഡിസ്റ്റൻസ് ഇവിടെ കൺസിഡർ ചെയ്യുകയാണ്. സേ ഇവിടെയാണ് അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡ്. അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡിൻ്റെ താഴെയാണ് സക്ഷൻ നടക്കുക. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇറ്റ് ലൈസ് ബിലോ അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്.
അപ്പോൾ സേ ഇപ്പോൾ ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡ് എന്ന് സേ അതിനെ എ എന്ന് കൊടുത്തു. അപ്പോൾ എയിൽ നിന്ന് ബി വരെയുള്ള സ്ട്രോക്ക് എന്താണ്? സക്ഷൻ സ്ട്രോക്കാണ്. അതായത് ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ പിസ്റ്റൺ ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോഴാണ് അവിടെ സക്ഷൻ നടക്കണത്, ഇതിനകത്തോട്ട് സക്ഷൻ നടക്കണേ അല്ലേ. അപ്പോൾ സേ എ ടു ബി ആണ് എന്ത്? സക്ഷൻ സ്ട്രോക്ക്. ഓക്കെ, ദെൻ എന്താണ് ബി ടു സി എന്താ സംഭവിക്കുന്നത്? അവിടെ പ്രഷർ ഹെഡ് ക്രിയേറ്റ് ചെയ്യാണ് അല്ലേ, പ്രഷർ ഹെഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഇവിടെ സമ്പിൽ നിന്ന് ഈ പമ്പിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസിന് നമ്മൾ HS എന്ന് കൊടുത്തിട്ടുള്ളൂ, സക്ഷൻ ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡിൽ നിന്ന് ഇവിടെ നമ്മൾ ഈ കൺസിഡർ ചെയ്ത പോയിന്റ് എ ഉണ്ടല്ലോ, പോയിന്റ് എ വരെയുള്ള ഡിസ്റ്റൻസിന് HS എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് അത് തന്നെയാണ്, HS എന്ന് കൊടുക്കാം. അപ്പോൾ A to B നമുക്ക് സക്ഷൻ നടന്നു. സക്ഷൻ നടന്നു കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്? സക്ഷൻ നടന്നു കഴിഞ്ഞാൽ പിസ്റ്റൺ ഇവിടെയാണ് നിൽക്കുക അല്ലേ, ഈ ODCയിൽ നിൽക്കുക. ദെൻ ഇനി ഡെലിവറി സ്ട്രോക്കാണ് വേണ്ടത്. ഡെലിവറി സ്ട്രോക്കിന് നടക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? പിസ്റ്റൺ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യണം. മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ സക്ഷൻ സ്ട്രോക്കിൽ ഈ സിലിണ്ടറിനകത്ത് ഒക്യുപ്പൈ ചെയ്ത വാട്ടറിനെ പ്രഷറൈസ് ചെയ്യുന്നുണ്ട് അല്ലേ. പ്രഷറൈസ് ചെയ്ത് അവിടെ പ്രഷർ ഹെഡ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രഷർ ഹെഡാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ B to C എന്താണ് ചെയ്യുന്നത്? പ്രഷർ ഹെഡാണ് അല്ലേ. നമുക്ക് ഡെലിവറി സ്ട്രോക്കിലേക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രഷർ റൈസാണ് അവിടെ സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, പ്രഷർ ഹെഡാണ് Y ആക്സിസിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ എയും ബി എന്ന് പറഞ്ഞ പോയിന്റിൽ പ്രഷർ ഹെഡിൻ്റെ വാല്യൂ എന്താണ്? കുറവാണ് അല്ലേ. പോയിന്റ് C എത്തുമ്പോൾ എന്തായി? പോയിന്റ് C എത്തുമ്പോൾ എന്താണ്? പ്രഷർ ഹെഡ് കൂടി. കാരണം എന്താണ്? ഡെലിവറി സ്ട്രോക്കാണ് അല്ലേ. ഡെലിവറി സ്ട്രോക്കിൻ്റെ ബിഗിനിങ് ആണ് ഇവിടെ നിന്ന് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങുമ്പോൾ ബിഗിനിങ് ആണ്, ഇങ്ങനെ ഇവിടെ എത്തുമ്പോൾ എന്താണ്? കൂടുതലായി പ്രഷറൈസ് ചെയ്തു. ഇപ്പോൾ B to C പ്രഷർ ഹെഡാണ്. അപ്പോൾ അവിടെ ഉള്ള ഹെഡ് എന്ന് പറഞ്ഞാൽ ഈ പ്രഷർ ഹെഡ് പോയിന്റ് C എവിടെയാണ് നിൽക്കുന്നത്? ഡെലിവറി സ്ട്രോക്കിൻ്റെ ബിഗിനിങ് ആണ് അല്ലേ. അപ്പോൾ ഡെലിവറി സ്ട്രോക്കിൻ്റെ ബിഗിനിങ് ഉണ്ടാവണമെങ്കിൽ അവിടെയുള്ള പ്രഷർ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ലൈ എബോവ് അറ്റ്മോസ്ഫിയർ പ്രഷർ. അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. എബോവ് അറ്റ്മോസ്ഫിയർ പ്രഷറിലാണ് ഈ പോയിന്റ് ഉണ്ടാവുക. അപ്പോൾ ഈ പോയിന്റിലുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെയുള്ള സക്ഷൻ ഹെഡ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ ഇതെന്താണ്? ഡെലിവറി ഹെഡിൻ്റെയും സമ്മായിരിക്കും ഉണ്ടാവുക. ദെൻ പോയിന്റ് സിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ വെള്ളം ഇവിടുന്ന് പ്രഷറൈസ് ചെയ്ത് ഈ ഡെലിവറി പൈപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ദെൻ പോയിന്റ് C to D എന്താണ്? ഡെലിവറി സ്ട്രോക്കാണ്. ഇവിടെ നിന്ന് എന്താണ്? വാട്ടർ ഡെലിവറി ചെയ്ത് തുടങ്ങുകയാണ്. ഓക്കെ, അങ്ങനെ അതൊരു സെയിം റൈസ് ചെയ്ത് പിസ്റ്റൻ്റെ ത്രസ്റ്റ് കൊണ്ട് ഈ സിലിണ്ടറിനകത്ത് ഉണ്ടായിരുന്ന വാട്ടറിൽ റൈസ് ചെയ്തിട്ടുണ്ട്. അവിടെ പ്രഷർ ഹെഡ് പ്രഷറൈസ് ചെയ്തിട്ടുണ്ടാകും. ആ പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് തന്നെ ആയിരിക്കും ഇത് ഡെലിവറി ചെയ്യുക. CD എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ പ്രഷർ ഹെഡിൽ അവിടെ ഡെലിവറി നടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഇവിടെ സക്ഷൻ സ്ട്രോക്ക് നടന്നു, ദെൻ ഡെലിവറി സ്ട്രോക്ക് നടന്നു, D to A അതാ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ EF എന്ന് പറയുന്നത് നമ്മൾ റെഫറൻസ് ലൈനായിട്ട് എടുത്തിട്ടുള്ള അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡിൻ്റെ വാല്യൂ എന്താണ്? 10.3 മീറ്റർ ആണ്. നമ്മളതും ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. 760 mm of Hg, മെർക്കുറിയുടെ ടേമിലാണെങ്കിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത് 760 mm of Hg ആണ്. അത് വാട്ടറിൻ്റെ ടേമിലാണ് പറയണതെങ്കിൽ 10.3 മീറ്റർ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം, അത് ഐഡിയൽ ഇൻഡിക്കേറ്റർ ഡയഗ്രാം. അപ്പോൾ ഇനി ഇത് ബേസ് ചെയ്തിട്ട് ഇതിപ്പോൾ നമ്മൾ ഐഡിയൽ ഇൻഡിക്കേറ്റർ ഡയഗ്രാമാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് ഓഫ് ഫ്രിക്ഷനും ആക്സലറേഷനൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, നമ്മൾ ഐഡിയൽ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൻ്റെ വർക്ക് ഡൺ നമുക്കൊന്ന് നോക്കാം. അതിന് മുൻപായിട്ട് ആക്സിലറേഷൻ എഫക്റ്റ്, ഫ്രിക്ഷൻ എഫക്റ്റ് കൺസിഡർ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ സെയിം ഡയഗ്രം തന്നെയാണ് ഐഡിയൽ ഇൻഡിക്കേറ്റർ ഡയഗ്രം കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ സെക്ഷൻ സ്ട്രോക്ക്, ഇവിടെ ഡെലിവറി സ്ട്രോക്ക്, അതിൻ്റെ നെയിമിങ്സ് കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്ട്രോക്ക് ലെങ്ത് എന്താണെന്നൊക്കെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ പിസ്റ്റൺ സിലിണ്ടർ പിസ്റ്റൺ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഡയറക്ഷൻ കാണിച്ചിട്ട് പിസ്റ്റൻ്റെ മൂവ്മെൻ്റ് ആണ് ഇത് കാണിച്ചിട്ടുള്ളത്. ഇത് സംഭവമാണ് കാണിച്ചിട്ട് ദെൻ ക്രാങ്കിൻ്റെ റൊട്ടേഷൻ കാണിച്ചിട്ടുണ്ട്. ദെൻ A B C D, അത് ഇവിടെയാണ് ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന പോയിന്റ്. ഇവിടെ നിന്നാണെങ്കിൽ ഇവിടെ നിന്നാണ് A സ്റ്റാർട്ട് ചെയ്യുന്നത്, ദെൻ ഇവിടുന്ന് B. അപ്പോൾ ഇവിടെ 0 ആയിരിക്കും, ദെൻ ഇവിടെ 90, ദെൻ ഇവിടെ 180. ദെൻ അഗെയിൻ ഡെലിവറി സ്ട്രോക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ C to D സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അത് ഡെലിവറി സ്ട്രോക്കിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ θ0 ആയിരിക്കും കൊടുക്കുക. ദെൻ ഇവിടെ 90, അഗെയിൻ ഇവിടെ 180. ഓക്കെ, ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു ലെറ്റ് HATM അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡാണ്. അത് 10.3 മീറ്റർ ഓഫ് വാട്ടർ ആണെന്ന് കൺസിഡർ ചെയ്യുന്നു. L എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുന്നു, സ്ട്രോക്ക് ലെങ്ത് എന്ന് കൺസിഡർ ചെയ്യുന്നു. HS എന്ന് പറഞ്ഞാൽ സക്ഷൻ ഹെഡാണ്. HD എന്ന് പറഞ്ഞാൽ ഡെലിവറി ഹെഡാണെന്ന് കൺസിഡർ ചെയ്യുന്നു. ദെൻ നമുക്കറിയാം ഫോർ വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ദ പ്രഷർ ഹെഡ് ഇൻ ദ സിലിണ്ടർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ഡയഗ്രാം ABCDA.
അതായത് ക്രാങ്കിൻ്റെ വൺ കംപ്ലീറ്റ് റെവല്യൂഷനിൽ ഉണ്ടാകുമ്പോഴുള്ള പ്രഷർ ഹെഡിനെ നമ്മൾ ഈ ഡയഗ്രാം ABCDA വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യണത് അല്ലേ. ദിസ് ഡയഗ്രാം ഈസ് നോൺ ആസ് ഐഡിയൽ ഇൻഡിക്കേറ്റർ. നമുക്കറിയുന്ന കാര്യമാണ്, ഇതാണ് എന്താ ഐഡിയൽ ഇൻഡിക്കേറ്റർ ഡയഗ്രാം. അപ്പോൾ വി നോ ദാറ്റ് വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളതാണ് ഇക്വേഷൻ. സിംഗിൾ ആക്ടിംഗ് പമ്പിലൊക്കെ, ഡബിൾ ആക്ടിങ്ങിൽ ഇതിപ്പോൾ ഒരു സിംഗിൾ ആക്ടിങ് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ρg ALN/60 × HS + HD എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഈ ρg AN/60 ρg AN/60നെ ഒരു കോൺസ്റ്റൻ്റ് ആക്കി എടുത്തു. ആ കോൺസ്റ്റൻറ്റിനെ K എന്ന് കൊടുത്തു. അപ്പോൾ ഈ ρg AN/60ന് നമ്മൾ K എന്ന് കൊടുക്കുമ്പോൾ വർക്ക് ഡൺ പെർ സെക്കൻഡ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? K × L × HS + HD എന്ന് എഴുതാം. ഓക്കെ, വിച്ച് ഈസ് ഈ കോൺസ്റ്റൻറ്റിനെ മാറ്റുമ്പോൾ നമുക്ക് എന്താണ്? പ്രൊപ്പോർഷണൽ എന്ന് എഴുതാം അല്ലേ. വർക്ക് ഡൺ പെർ സെക്കൻഡ് പ്രൊപ്പോർഷണൽ ടു L × HS + D. അപ്പോൾ ഈ L × HS + D എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രം ഫിഗർ അല്ലേ, ഈ ഏരിയ ഓഫ് ഇൻഡിക്കേറ്റർ ഡയഗ്രാമാണത് അല്ലേ. ഇത് ഇൻഡിക്കേറ്റർ ഡയഗ്രാമാണ്. ഇൻഡിക്കേറ്റർ ഡയഗ്രാമിൽ ഈ സ്ട്രോക്ക് ലെങ്ത് ആണ് L. ഈ HS + HD എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഇൻഡിക്കേറ്റർ ഡയഗ്രാമിൽ ഇതാണ് L, HS + HD എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇത് ഏരിയ അല്ലേ, ഏരിയ ഓഫ് ഇൻഡിക്കേറ്റർ ഡയഗ്രാമാണ് ഈ L × HS + HD എന്ന് പറഞ്ഞത്. ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫിഗറിൽ നിന്ന് നമുക്കറിയാം ഏരിയ ഓഫ് ഇൻഡിക്കേറ്റർ ഫിഗർ, ബട്ട് ഫ്രം ഫിഗർ ഇൻഡിക്കേറ്റർ ഡയഗ്രാം, ഏരിയ ഓഫ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്ന് എഴുതാം? AB × BC എന്ന് എഴുതാം. അതവിടെ കാണിച്ചിട്ട് AB × BC. AB എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഗറിൽ നിന്ന് AB എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രോക്ക് ലെങ്ത് ആണ്. അതിൽ BC എന്ന് പറയുമ്പോൾ എന്താണ്? HS + HD ആണ്. അപ്പോൾ AB × BC എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് BF + FC എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ AB എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫിഗറിൽ നിന്ന് കാണിച്ചു സ്ട്രോക്ക് ലെങ്ത് ആണ് L ആണ്. BF + BC എന്ന് പറഞ്ഞാൽ BF എന്ന് പറഞ്ഞാൽ HS ആണ് ഫ്രം ഫിഗർ, FC എന്ന് പറഞ്ഞാൽ HD ആണ്. അപ്പോൾ L × HS + HD ആണ് അല്ലേ. ഇത് നമ്മൾ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൻ്റെ ഏരിയ കൺസിഡർ ചെയ്താണ്. ഇവിടെ നമ്മൾ എന്താണ്? വർക്ക് ഡൺ കണ്ടുപിടിച്ചാണ് ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൻ്റെ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് എന്താണ്? വർക്ക് ഡൺ പെർ സെക്കൻഡും ഏരിയ ഓഫ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്താണ്? സെയിം ആണ് അല്ലേ. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് വാല്യൂ ഇൻ ഇക്വേഷൻ 1 വി ഗെറ്റ് ഇക്വേഷൻ 1ൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ? ഇത് രണ്ട് സെയിം ആണ്. അപ്പോൾ എന്താണ്? നമുക്ക് വർക്ക് ഡൺ പെർ സെക്കൻഡും ഏരിയ ഓഫ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്താണെന്ന് പറയാം? പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. ഓക്കെ, അതാണ് മനസ്സിലാക്കേണ്ടത്. വർക്ക് ഡൺ ബൈ പമ്പ് പെർ സെക്കൻഡ് പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്ന് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഐഡിയൽ ഇൻഡിക്കേറ്റർ ഡയഗ്രാം നോക്കി, അതിൽ നിന്നുള്ള വർക്ക് ഡൺ നോക്കി, അതും നമ്മൾ മനസ്സിലാക്കി. ഐഡിയൽ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൻ്റെ ഏരിയയും ആ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ നിന്ന് ഉണ്ടാവുന്ന വർക്ക് ഡൺ പെർ സെക്കൻഡും എന്താണ്? പ്രൊപ്പോർഷണലാണെന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ ചെയ്യാൻ പോണത് എഫക്റ്റ് ഓഫ് ആക്സിലറേഷൻ ഇൻ സക്ഷൻ ആൻഡ് ഡെലിവറി പൈപ്സ് ഓൺ ഇൻഡിക്കേറ്റർ ഡയഗ്രാം. കാരണം ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതായിരുന്നു. ഒരു സിംഗിൾ ആക്ടിംഗ് പമ്പിൽ ആക്സിലറേഷൻ്റെ എഫക്റ്റ് ഉണ്ടാകുമ്പോൾ അവിടെ വരുന്ന സക്ഷൻ ഹെഡിൽ വരുന്ന മാറ്റം, ആക്സിലറേഷൻ ഹെഡ് ഇൻ സക്ഷൻ പൈപ്പ്, ആക്സിലറേഷൻ ഹെഡ് ഇൻ ഡെലിവറി പൈപ്പ് എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെയാണ് ഇതിൽ ഇവിടെ നോക്കാൻ പോകുന്നത്. അത് ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യണമെന്ന് നമ്മൾ നോക്കണം. എഫക്റ്റ് ഓഫ് ആക്സിലറേഷൻ ഇൻ സക്ഷൻ ആൻഡ് ഡെലിവറി പൈപ്സ് ഓൺ ഇൻഡിക്കേറ്റർ ഡയഗ്രാം. അപ്പോൾ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, നമ്മൾ ഐഡിയൽ ഇൻഡിക്കേറ്റർ ഡയഗ്രാം കൺസിഡർ ചെയ്യുക. Y ആക്സിസിൽ പ്രഷർ ഹെഡ് നമ്മൾ എടുത്തു, X ആക്സിസിൽ നമ്മൾ സ്ട്രോക്ക് ലെങ്ത് എന്ന് കൺസിഡർ ചെയ്തു. ദെൻ നമ്മൾ ഒരു ഐഡിയൽ ഇൻഡിക്കേറ്റർ ഡയഗ്രാം വരയ്ക്കുകയാണ്. ആദ്യം റെഫറൻസ് ആയിട്ടുള്ള ആ അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡ് നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ ഡോട്ടഡ് ലൈനിൽ ഐഡിയൽ ഇൻഡിക്കേറ്റർ ഡയഗ്രാം വരച്ച് അതിനെ നെയിം ചെയ്തിട്ടു ABCD. ഇവിടെ EF അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡിന് ലൈൻ ഇട്ടു. ദെൻ സക്ഷൻ ഹെഡ് HSഉം ഡെലിവറി ഹെഡ് HD നമ്മൾ ഇട്ടു. ഇവിടെ AB ആണ് എന്ത്? സക്ഷൻ സ്ട്രോക്ക്, CD ആണ് ഡെലിവറി സ്ട്രോക്ക്. ഓക്കെ, ഇനി ആക്സിലറേഷൻ എഫക്റ്റ് ആണ് അല്ലേ, എഫക്റ്റ് ഓഫ് ആക്സിലറേഷൻ ആണ് നമ്മൾ ഇവിടെ സക്ഷൻ ഡെലിവറി പൈപ്പിലുള്ളത് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഫോർ സക്ഷൻ സ്ട്രോക്കിൽ നമുക്കറിയാം വി നോ ദാറ്റ് ആക്സിലറേഷൻ ഹെഡ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. ഇപ്പോൾ HAS എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഹെഡ് അറ്റ് സക്ഷൻ പൈപ്പാണ് അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇക്വേഷൻ ഡെറൈവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. LS/G ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ A ബൈ സ്മോൾ ലെറ്റർ AS ഇൻറ്റു ω² R cos θ. ഓക്കെ, ഇപ്പോൾ ഇത് സക്ഷൻ സ്ട്രോക്കിലാണ് നമ്മൾ കൺസിഡർ. ഇപ്പോൾ സെക്ഷനും ഡെലിവറിയും ചെയ്യണം. ആദ്യം സെക്ഷൻ. അപ്പോൾ ഇനി സെക്ഷനിൽ ചെയ്യുമ്പോൾ
ഏതാണ് ഇതിൽ സക്ഷൻ സ്ട്രോക്ക്? എ ടു ബി ആണ് സക്ഷൻ സ്ട്രോക്ക് അല്ലേ. അതിൽ ഈ പോയിന്റ് എ എന്ന് പറയുന്നത് എന്താണ്? ബിഗിനിങ് ഓഫ് സക്ഷൻ സ്ട്രോക്കാണ്, സക്ഷൻ സ്ട്രോക്കിൻ്റെ തുടക്കമാണ്. അപ്പോൾ ബിഗിനിങ് ഓഫ് സക്ഷൻ സ്ട്രോക്കിൽ നമുക്കിവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രാങ്ക് ബിഗിൻ ചെയ്യുന്ന ആംഗിൾ എന്താണ്? നമ്മൾ പറഞ്ഞു 0 ആണ്. മിഡിലിൽ എത്തുമ്പോൾ 90 ആയിരിക്കും, എൻഡിൽ എത്തുമ്പോൾ 180 ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ബിഗിനിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ പറയുന്ന തീറ്റ എന്താണ്? 0 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ കോസ് 0 ആവും. കോസ് 0 എന്ന് പറയുമ്പോൾ 1 ആണ്. 1 ആകുമ്പോൾ ഈ HASൻ്റെ വാല്യൂ എന്തായിരിക്കും? LS/G ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ A ബൈ സ്മോൾ ലെറ്റർ AS ഒമേഗ സ്ക്വയർ R എന്നായിരിക്കും. അപ്പോൾ നമുക്ക് മാക്സിമം വാല്യൂ ആയിരിക്കും കിട്ടുക. അതാണ് പറയുന്നത് ഇവിടെ കാണിച്ചിട്ടുള്ള അറ്റ് ദ ബിഗിനിങ് വെൻ തീറ്റ ഈക്വൽ ടു 0. ബിഗിനിങ്ങിൽ തീറ്റ എന്താണ്? 0 ആണ്. അപ്പോൾ കോസ് തീറ്റ എന്തായാലും 1 ആവും. അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു HASന് ഒരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത് അല്ലേ. 1 ആയി. അപ്പോൾ ഇത്രയും വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത് പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ പ്രഷർ ഹെഡ് ഇൻസൈഡ് ദ സിലിണ്ടർ വിൽ ബി HS പ്ലസ് HAS ബിലോ അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ HAS പോസിറ്റീവ് കിട്ടി. എവിടെയാണ്? ബിഗിനിങ് ഓഫ് സക്ഷൻ സ്ട്രോക്ക് ആണ്. വിച്ച് മീൻസ് ഇവിടെ ഇതായിരുന്നു നമ്മളുടെ ഇൻഡിക്കേറ്റർ ഡയഗ്രാം, ഐഡിയൽ ഇൻഡിക്കേറ്റർ ഡയഗ്രാം. അവിടെ ഇത് ഉണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ ഇവിടെ E to A എന്ന് പറയുന്നത് എന്താണ്? ഓൾറെഡി ഇവിടെ സക്ഷൻ ഹെഡ് ഉണ്ട്. അപ്പോൾ ബിഗിനിങ് ഓഫ് സക്ഷൻ സ്ട്രോക്കിൽ എന്താണ്? തീറ്റ 0 ആവണു. തീറ്റ 0 ആവും. കോസ് തീറ്റ 0 ആവുന്നു. കോസ് തീറ്റ 1 ആണ്. അപ്പോൾ അവിടെ എന്താണ്? ഈ ആക്സിലറേഷൻ ഹെഡ് ഇൻ സക്ഷൻ പൈപ്പ് എന്താണ്? നമുക്കൊരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ ബിഗിനിങ് ഓഫ് സക്ഷൻ സ്ട്രോക്ക് നമ്മളിവിടെ A എന്ന് പറഞ്ഞ പോയിന്റ് ഇട്ടുണ്ട്. ആ A എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് താഴേക്ക് ഒരു ലൈൻ വരയ്ക്കണം. എത്ര ഡിസ്റ്റൻസിൽ HASൻ്റെ വാല്യൂ എത്രയാണ് കിട്ടുന്നത് ആ ഡിസ്റ്റൻസിൽ നമ്മൾ താഴേക്ക് ഒരു ലൈൻ വരയ്ക്കുക. അതിവിടെ പോയിന്റ് എയുടെ തന്നെ എയിൽ തന്നെ റെപ്രസെൻറ്റ് ചെയ്യുക. എയുടെ പുതിയ പോയിൻ്റാണ് ഇവിടെ. അപ്പോൾ അതിനെന്തെന്ന് കൊടുക്കുക? A ഡാഷിന് കൊടുക്കുക. അപ്പോൾ ബിഗിനിങ് ഓഫ് സക്ഷൻ സ്ട്രോക്കിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എവിടെയാണ് ലൈ ചെയ്യുന്നത്? ബിലോ അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡ് തന്നെയാണ് അല്ലേ. കാരണം ഇതാണ് അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡിൻ്റെ ലൈൻ. ഈ അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡിൻ്റെ താഴെ തന്നെയാണ് ഇത് ലൈ ചെയ്യുക. അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ എന്താണ്? HS പ്ലസ് എന്തായിരിക്കും? HAS ആയിരിക്കും. ഓക്കെ, മനസ്സിലാക്കുക. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രഷർ ഹെഡ് ഇൻസൈഡ് സിലിണ്ടർ വിൽ ബി HS പ്ലസ് HAS ബിലോ അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡ്. അതായത് ബിഗിനിങ് ഓഫ് സക്ഷൻ സ്ട്രോക്കിൽ മീൻ ചെയ്യുന്ന ഇതാണ്. സക്ഷൻ സ്ട്രോക്കിൻ്റെ ബിഗിനിങ്ങിൽ സിലിണ്ടറിൻ്റെ ഇൻസൈഡിലുള്ള പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് എത്രയാണ്? HS പ്ലസ് HAS ആയിരിക്കും. ആ HS പ്ലസ് HAS എന്ന് പറയുന്നത് ആ പ്രഷർ ഹെഡ് ഏത് പ്രഷർ ഹെഡിനെക്കാളും താഴെയായിരിക്കും? അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡിൻ്റെ താഴെയായിരിക്കും ഉണ്ടാവുക. അതും മനസ്സിലാക്കി വയ്ക്കുക. കാരണം ഇതാണ് പോയിന്റ്. ഈ പോയിന്റിലാണ് പ്രഷർ ഹെഡ്. കാരണം ഇത് ആബ്സലൂട്ട് 0 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് ആ പ്രഷർ ഹെഡ് ആയിട്ട് എടുക്കുക ഫ്രം ആബ്സലൂട്ടിൽ നിന്ന്. ഓക്കെ, അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡിൻ്റെ താഴെയുമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്? ഇതിപ്പോൾ നമ്മൾ തീറ്റ 0 ആണ് കൊടുത്തത്. ഇനി എന്താണ്? തീറ്റ 90 ഡിഗ്രി. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇത് ബിഗിനിങ് അല്ല. ഇനി അടുത്ത് എന്താണ്? അറ്റ് ദ മിഡിൽ ഓഫ് ദ സക്ഷൻ സ്ട്രോക്ക് ആണ്. ഓക്കെ, അതവിടെ കാണിച്ചിട്ടുള്ളത് അറ്റ് ദ മിഡിൽ ഓഫ് ദ സക്ഷൻ സ്ട്രോക്കിൻ്റെ മിഡിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് തീറ്റ അറിയാം എന്താണ്? 90 ഡിഗ്രി ആണെന്ന് അറിയാം അല്ലേ. 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ ഇവിടെ കോസ് 0 ആയി. കോസ് 90 ആകുമ്പോൾ എന്താണ്? 0 ആവും. 0 ആകുമ്പോൾ എന്താണ്? ഈ HAS എന്ന് പറഞ്ഞ ടേം എന്താണ്? ഈ ടേം എന്താണ്? 0 ആയി പോകും. അപ്പോൾ HASൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ HAS 0 ആകുമ്പോൾ പ്രഷർ ഹെഡ് ഇൻ ദ സിലിണ്ടർ വിൽ ബി HS ആയിരിക്കും പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. അതും എന്താണ്? അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡിൻ്റെ താഴെയായിരിക്കും അല്ലേ. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആദ്യം ഇവിടെ A ആയിരുന്നു. എയിൽ നിന്ന് A ഡാഷ് ആയി. തീറ്റ 0 ആയതുകൊണ്ട് A ഡാഷിലേക്ക് എത്തി. HAS എന്ന് പറഞ്ഞ വാല്യൂ അവിടെ ഉണ്ടായി. അപ്പോൾ HS പ്ലസ് HAS ആണ് പ്രഷർ ഹെഡ് ഇൻസൈഡ് ദ സിലിണ്ടർ എന്ന് പറയുന്നത്. ദ മിഡിൽ ഓഫ് ദ സ്ട്രോക്കിൽ തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ HAS 0 ആയി. HAS ഇപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് HAS അല്ലേ. HAS എന്തായി? 0 ആയി. 0 ആകുമ്പോൾ എന്താണ്? ഇതായിരിക്കും, ഈ പോയിന്റിലായിരിക്കും എത്തുക. ഇപ്പോൾ ഈ പോയിന്റിൽ എന്ന് പറയുമ്പോൾ മിഡിൽ ഓഫ് ദ സെക്ഷൻ സ്ട്രോക്കിൽ പ്രഷർ ഇൻസൈഡ് ദ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? HS മാത്രമായിരിക്കും. ഓക്കെ, ദെൻ അപ്പോൾ ഈ മിഡിൽ ഓഫ് ദ സെക്ഷൻ സ്ട്രോക്കിൽ കിട്ടുന്ന പോയിന്റിന് നെയിം ചെയ്തു G എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, G എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ഇവിടെ തീറ്റ മിഡിൽ എന്ന് പറയുമ്പോൾ തീറ്റ 90 ഡിഗ്രി ആണ് എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ഇനി എന്താണ് വേണ്ടത്? സക്ഷൻ സ്ട്രോക്കിൻ്റെ എൻഡ് ആണ് അല്ലേ. എൻഡ് ഓഫ് സക്ഷൻ സ്ട്രോക്ക് ആണ്. എൻഡ് ഓഫ് സക്ഷൻ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ എത്രയാണ്? ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി ആണ്. സോ എൻഡ് ഓഫ് സക്ഷൻ സ്ട്രോക്ക് അറ്റ് ദ എൻഡ് ഓഫ് സക്ഷൻ സ്ട്രോക്ക് തീറ്റ എത്രയാണ്? 180 ഡിഗ്രി ആണ്. ആ 180 കോസ് 180 എന്ന് പറഞ്ഞാൽ -1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ HASൻ്റെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ HAS ഈക്വൽ ടു എന്താണ്? -LS/G ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ A ബൈ സ്മോൾ ലെറ്റർ AS ഇൻറ്റു ഒമേഗ സ്ക്വയർ R ആണ്. അപ്പോൾ പ്രഷർ ഹെഡ് ഇൻ ദ സിലിണ്ടർ വിൽ ബി HS മൈനസ് HAS ബിലോ അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് മനസ്സിലാക്കുക? നമ്മൾ ഈ ഡയഗ്രത്തിൽ നിന്ന് നോക്കാം. ഡയഗ്രത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇത് സക്ഷൻ സ്ട്രോക്കിൻ്റെ ബിഗിനിങ് ആയിരുന്നു A ഡാഷ്. ദെൻ മിഡിലെത്തി G. ദെൻ ഇവിടെ മൈനസാണ്. HASൻ്റെ വാല്യൂ മൈനസാണ്. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ടോട്ടൽ HS
പ്ലസ് HAS ആയിരുന്നു അല്ലേ. ഇവിടെ മുതൽ ഇതുവരെ HS ഉണ്ട്. അപ്പോൾ മൈനസ് ആകുമ്പോൾ HAS മൈനസ് ആകുമ്പോൾ HASൻ്റെ വാല്യൂ ഇവിടെ എത്രയാണോ അത്രയും വാല്യൂ എന്താണ് മൈനസിലോട്ടാണ് പോണത് അല്ലേ. അപ്പോൾ ഇവിടെ ടോട്ടൽ HS ഉണ്ട്, HSൽ നിന്ന് ആ HAS മൈനസ് ആണ് ആവണം. അപ്പോൾ ഈ ബേസ് ലൈനിന്ന് HS ഡിസ്റ്റൻസ് എത്രയാണോ അതിൽ നിന്നും കുറച്ച് മേലോട്ടാണ് പോണത്. ബട്ട് ദാറ്റ് വിൽ ലൈ ബിലോ അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡ് അല്ലേ. ഇതായിരുന്നു നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡ്, അതിൻ്റെ താഴെ തന്നെ ആയിരിക്കും. ബട്ട് അതെന്താണ് അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡിൻ്റെ കുറച്ച് ക്ലോസർ ആയിട്ട് എത്തിയിട്ടുണ്ടാവും. മനസ്സിലാക്കുക, ആ HAS ഇതിൽ നിന്ന് എന്താണ് മൈനസ് ചെയ്ത് പോയി. ഓക്കെ, ആ കിട്ടിയ പോയിന്റ് എന്താണ്, ഇതായിരുന്നല്ലോ ശരിക്കും ഐഡിയൽ ആയിട്ടുള്ള ഡെലിവറി സക്ഷൻ സ്ട്രോക്കിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഈ പോയിന്റാണ്, ബി ആണ്. അപ്പോൾ ബീന് കറസ്പോണ്ട് ആയിട്ടാണ് ഇവിടെ കിട്ടുന്നത്. അതെന്താണ് B' എന്ന് കൊടുക്കാം. ഓക്കെ, അതവിടെ കാണിച്ചിട്ടുള്ളതും ഇവിടെ പറഞ്ഞിട്ടുള്ളതും അറ്റ് ദ എൻഡ് ഓഫ് സക്ഷൻ സ്ട്രോക്ക് നമുക്ക് പ്രഷർ ഹെഡ് ഇൻ ദ സിലിണ്ടർ വിൽ ബി, സിലിണ്ടർ ഹെഡിനകത്തുള്ള പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് HS മൈനസ് HAS ആയിരിക്കും. അതിൻ്റെ വാല്യൂ ബിലോ അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഫോർ സക്ഷൻ സ്ട്രോക്കിൽ ഇൻഡിക്കേറ്റർ ഡയഗ്രാം വിൽ ബി A', ആണ്. അപ്പോൾ ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്താണ് സക്ഷൻ സ്ട്രോക്കിൽ, നമ്മൾ എഫക്റ്റ് ഓഫ് ആക്സിലറേഷൻ അല്ലേ കാണുന്നത് അല്ലേ, HAS എന്നല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ A', ആണ് എന്ത് എഫക്റ്റ് ഓഫ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത് A', ആണ്. അപ്പോൾ ഇതായിരുന്നു ഐഡിയൽ, AB ആയിരുന്നു ഐഡിയൽ. പക്ഷേ ഇതിലെന്താണ് A', ആണെന്ത് ഇൻഡിക്കേറ്റർ ഡയഗ്രാം. ഓക്കെ, ഓൾസോ ദ ഏരിയ ഓഫ് A', ഈക്വൽ ടു BG, B' എന്ന് പറയുന്നുണ്ട്. A', എന്ന് പറഞ്ഞ ഏരിയ ഇവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. A', ഇങ്ങനെ G എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും എന്താണ് B', Gക്ക് ഈക്വലും ആയിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതോടുകൂടി സക്ഷൻ സ്ട്രോക്കിൻ്റെ കഴിഞ്ഞു. ഡയഗ്രാം കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി എന്തും കൂടിയിട്ട് ഡെലിവറി സ്ട്രോക്ക് ഉണ്ട്. അപ്പോൾ ഡെലിവറി സ്ട്രോക്കിന് വേണ്ടി എന്ത് നോക്കാം, ആസ് യൂഷ്വൽ എന്താണ് ഫോർ ഡെലിവറി സ്ട്രോക്കിന് വി നോ ദാറ്റ് അതിൻ്റെ ഇക്വേഷൻ്റെ HAD ഈക്വൽ ടു LD/G ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ A ബൈ സ്മോൾ ലെറ്റർ AD ഒമേഗ സ്ക്വയർ R cos θ ആണ്. നമ്മൾ അവിടെ സെക്ഷനിൽ ചെയ്ത പോലെ ബിഗിനിങ് ചെയ്യണം. അറ്റ് ദ ബിഗിനിങ് എന്താണ് തീറ്റ എന്തായിരിക്കും 0 ആയിരിക്കും. തീറ്റ 0 ആകുമ്പോൾ HAD എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ സോ പ്രഷർ ഹെഡ് ഇൻ ദ സിലിണ്ടർ വിൽ ബി എന്തായിരിക്കും HD പ്ലസ് HAD എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഡെലിവറി സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഐഡിയൽ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ ഡെലിവറി സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ഡെലിവറി സ്ട്രോക്ക് തുടങ്ങുന്നത് എവിടെയാണ്, ഈ പോയിന്റ് സിയിൽ നിന്നാണ് തുടങ്ങുന്നത് അല്ലേ. ദിസ് പോയിന്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ ഡെലിവറി സ്ട്രോക്ക്. അപ്പോൾ ഇവിടെ എന്താണ് ആക്സിലറേഷൻ ഹെഡിൻ്റെ എഫക്റ്റ് വരുമ്പോൾ HD ഉണ്ട്, HAD ഉണ്ടാവും. അപ്പോൾ ബിഗിനിങ് തീറ്റ 0 ആയതുകൊണ്ട് തന്നെ HADയുടെ വാല്യൂ എന്താണ് പോസിറ്റീവ് ആണ്. സോ സിയിൽ നിന്ന് C' പോയിന്റ് എത്തും. അവിടെയുള്ള ഈ ബിഗിനിങ് ഓഫ് ഡെലിവറി സ്ട്രോക്കിലുള്ള പ്രഷർ ഹെഡ് ഇൻസൈഡ് ദ സിലിണ്ടർ എന്ന് പറയുന്നത് HD പ്ലസ് HAD ആണ്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി ഇതേപോലെ എന്താണ് മിഡിൽ ഓഫ് ദ സക്ഷൻ സ്ട്രോക്ക് ഡെലിവറി സ്ട്രോക്ക് വേണം. മിഡിൽ ഓഫ് ദ ഡെലിവറി സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തീറ്റ 90 ഡിഗ്രിയാണ് ആവുക. 90 ഡിഗ്രി ആകുമ്പോൾ cos 90 0 ആവും. സോ HAD 0 ആവും. അപ്പോൾ പ്രഷർ ഹെഡ് ഇൻ ദ സിലിണ്ടർ എന്തായിരിക്കും HD ആയിരിക്കും, എബോ അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡ് ആയിരിക്കും അല്ലേ. ഇവിടെ നോക്കുക, ഇതായിരുന്നു ബിഗിനിങ് ഓഫ് ഡെലിവറി സ്ട്രോക്ക് C' ആണ്. അപ്പോൾ C' ലൈ ചെയ്യുന്നത് എവിടെയാണ്, അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡിൻ്റെ മേലെയാണ്, എബോ അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡാണ്. ദെൻ മിഡിൽ ഓഫ് ദ സ്ട്രോക്ക് ആകുമ്പോൾ HAD 0 ആയി. 0 ആകുമ്പോൾ നമുക്കിവിടെ കിട്ടും പോയിന്റ്, ഇവിടെ കിട്ടുമെങ്കിൽ തന്നെ എന്താണ് ഓൺലി HD മാത്രമായിരിക്കും പ്രഷർ ഇൻസൈഡ് ദ സിലിണ്ടറിൽ ഉണ്ടാവുക. എങ്കിലും അതെവിടെയാണ് ലൈ ചെയ്യുന്നത്, എബോ അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡ് തന്നെയാണ് ലൈ ചെയ്യുന്നത്. ഇനി അതേപോലെ എന്താണ് നമുക്ക് 180 ഡിഗ്രി ആവും. 180 ഡിഗ്രി ആവുമ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്ട്രോക്ക് അല്ലേ, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡെലിവറി സ്ട്രോക്ക് എന്താണ് തീറ്റ 180 ഡിഗ്രിയാണ്. അപ്പോൾ HADയുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ പ്രഷർ ഹെഡ് ഇൻ ദ സിലിണ്ടർ വിൽ ബി എന്ന് പറയുമ്പോൾ HD മൈനസ് HAD ആയിരിക്കും. അത് അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡിൻ്റെ മേലെ ആയിരിക്കും അല്ലേ. കാരണം ഇവിടെ ഇപ്പോൾ മിഡിൽ ഓഫ് ദ സ്ട്രോക്കാണ്. ഇനി അപ്പോൾ ഈ മിഡിൽ ഓഫ് ദ സ്ട്രോക്കിൽ HAD 0 ആയിപ്പോയി. ദ എൻഡ് ഓഫ് ദ സ്ട്രോക്കിൽ എന്താണ് HAD മൈനസ് വാല്യൂ ആണ് ആയത്. അപ്പോൾ മൈനസ് ആകുമ്പോൾ HDനേക്കാളും താഴെയാണ് പോകുന്നത് അല്ലേ. അപ്പോൾ HADയുടെ വാല്യൂ എത്രയാണോ അത്രയും വാല്യൂ എന്താണ് ഇവിടെ താഴോട്ട് പോകണം. താഴോട്ട് പോകുമ്പോൾ നമുക്കൊരു പോയിന്റ് കിട്ടി. അപ്പോൾ ഇവിടെ ഈ എൻഡ് ഓഫ് ദ സ്ട്രോക്ക് ഐഡിയൽ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ D ആണ്. അപ്പോൾ ഈ എഫക്റ്റ് ഓഫ് ആക്സിലറേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഈ പോയിന്റ് എന്താണ് D' എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഈ പോയിന്റിലുള്ള ഹെഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇവിടെ ഇത്രയും ഹെഡ് ഉണ്ട് HDയിൽ നിന്ന് ഈ പോർഷൻ മൈനസ് ചെയ്തത്, അതായത് HAD മൈനസ് ചെയ്തത്. അപ്പോൾ HD മൈനസ് HAD ആണ് എന്ത് പ്രഷർ ഹെഡ് അവൈലബിൾ അറ്റ് ദ പോയിന്റ് D' അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡെലിവറി സ്ട്രോക്ക് എന്ന് പറയുന്നത്.
ബൈ കൺസിഡറിങ് എഫക്റ്റ് ഓഫ് ആക്സിലറേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ ഇവിടെ പറഞ്ഞിരുന്നു എ ഡാഷ് എ ജി ഈക്വൽ ആയിരിക്കും ബി ഡാഷ് ബി ജി എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഡി ഡാഷ് എച്ച് സി ഡാഷ് എച്ച് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഫോർ ഡെലിവറി സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ സി ഡാഷ് എച്ച് ഡി ഡാഷ് ആണ്. ആൾസോ ഏരിയ ഓഫ് സി ഡാഷ് എച്ച് ഈക്വൽ ടു ഏരിയ ഓഫ് ഡി ഡാഷ് എച്ച് ആയിരിക്കും. ഓക്കെ, ഇത് മനസ്സിലാക്കുക. ഇനി നമുക്കിതിന്ന് വർക്ക് ഡണ്ണും കാര്യങ്ങളും കൂടി അറിയണമല്ലോ. അപ്പോൾ വർക്ക് ഡണ്ണും കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മൾ ഈ എഫക്റ്റ് ഓഫ് ആക്സിലറേഷൻ ഇൻ സക്ഷൻ ആൻഡ് ഡെലിവറി പൈപ്പിലുള്ള ഇൻഡിക്കേറ്റർ ഡയഗ്രാം നോക്കി. അപ്പോൾ ആക്സിലറേഷൻ എഫക്റ്റ് കൊണ്ടുണ്ടായ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിലെ മാറ്റം എന്താണ്? ഇതായിരുന്നു നമ്മൾ ഐഡിയൽ ഇൻഡിക്കേറ്റർ ഡയഗ്രാം. അപ്പോൾ എഫക്റ്റ് ഓഫ് ആക്സിലറേഷൻ വന്നപ്പോൾ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിന് എന്തായി മാറ്റം? ഇതാണ്. ശരിയല്ലേ? അല്ലേ? എ ബി സി ഡി ആണ് ഐഡിയൽ ഇൻഡിക്കേറ്റർ ഡയഗ്രാം. എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ഡി ഡാഷ് ആണ് എന്ത്? എഫക്റ്റ് ഓഫ് ആക്സിലറേഷൻ കൊണ്ടുണ്ടായ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ വന്ന മാറ്റം. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് വളരെ ക്ലിയർ ദാറ്റ് ഡ്യൂ ടു ആക്സിലറേഷൻ ഇൻ സക്ഷൻ ആൻഡ് ഡെലിവറി പൈപ്പ് ദി ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഹാസ് ചേഞ്ച് ഫ്രം എ ബി സി ഡി ടു എ ഡാഷ് ബി ഡാഷ് സി ഡാഷ്. ശരിയല്ലേ? എ ബി സി ഡി എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ ഡയഗ്രാം എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ഡി ഡാഷ് ആയിട്ട് മാറി. അതെന്തുകൊണ്ടാണ്? ആക്സിലറേഷൻ്റെ എഫക്റ്റ് കൊണ്ടാണ്. ബട്ട് ദ ഏരിയ ഓഫ് എ ബി സി ഡി ഈക്വൽ ടു ഏരിയ ഓഫ് എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ഡി ഡാഷ് ആണ്. ഏരിയനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബട്ട് ഏരിയയ്ക്ക് മാറ്റം വന്നിട്ടില്ല. കാരണം ഇവിടെ ഇങ്ങോട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ റൈസ് ആയിട്ടുണ്ട്, അല്ലേ? ഇവിടെ റൈസ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോൾ ആയിട്ടുണ്ട്. അത് സെയിം എമൗണ്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എ ബി സി ഡി എന്ന് പറഞ്ഞ ഏരിയ ഈക്വൽ ആയിരിക്കും എന്തിന്? എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ഡി ഡാഷ് എന്ന് പറഞ്ഞ ഏരിയയ്ക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഏരിയ ഈക്വൽ ആയിരിക്കും എന്ന് പറയുമ്പോൾ നമുക്കറിയാം വർക്ക് ഡൺ ബൈ പമ്പ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആണെന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഏരിയ ഓഫ് ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ നിന്നാണെന്ന് കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ ഹെൻസ് വർക്ക് ഡൺ ബൈ പമ്പ് ഓൺ വാട്ടർ റിമെയിൻസ് സെയിം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എഫക്റ്റ് ഓഫ് ആക്സിലറേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും പമ്പിൽ നിന്നുണ്ടാവുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കുക. ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.